ഒക്ടോബറിലെ ഒരു ദിവസം പേപ്പിടിച്ച നായ്ക്കളെ പോലെ പായുകയായിരുന്നു അവർ. ആരെയും കടിച്ചു കയറുവാനും വലിച്ചു കുടയാനുമുള്ള ഭ്രാന്തോടെ. ഹമാസ് തീവ്രവാദികളായിരുന്നു അവർ. അവരുടെ ലക്ഷ്യം തെക്കൻ ഇസ്രായേൽ ആയിരുന്നു. അവിടെ എത്തിയ അക്രമികൾ ശരിക്കും അന്തർ തന്നെയായിരുന്നു. കണ്ണിൽ ചോരയില്ലാത്തവർ എന്ന് നാട്ടുഭാഷയിൽ പറയുന്നവരെ പോലെ. തെക്കൻ ഇസ്രായേലിലെ സാധാരണക്കാരായ ആളുകളെ ലക്ഷ്യം വെച്ചായിരുന്നു അവരുടെ പടയോട്ടം. അന്ന് ഹമാസ് തീവ്രവാദികളുടെ കൊടും ക്രൂരതകൾക്ക് ഇരകളായത് 1-2 പേരല്ല, 1200 പേരായിരുന്നു. നിത്യവൃത്തിക്ക് വേണ്ടി ജോലി ചെയ്ത് ജീവിക്കുന്ന വെറും സാധാരണക്കാർ. ചിലർ കുടുംബത്തോടെ അഗ്നിക്കിരയാക്കപ്പെട്ടു. സ്ത്രീകൾ ബലാത്സംഗം ചെയ്യപ്പെട്ടു. എന്തിന്, കുഞ്ഞുങ്ങളും വൃദ്ധകളും വരെ ലൈംഗിക പീഡനത്തിന്റെ ഇരകളായി. പലരുടെയും അവയവങ്ങൾ അക്രമികൾ ഛേദിച്ചു കളഞ്ഞു. ഹമാസ് ക്രൂരതകളുടെ ഒരു മുഖം മാത്രമാണ് ഈ സംഭവം. എന്നാൽ ഇങ്ങനെ എത്രയെത്ര സംഭവങ്ങൾ, അക്രമങ്ങൾ, മനുഷ്യത്വരഹിതമായ പ്രവൃത്തികൾ. ഹമാസ് അംഗമായിരുന്നിട്ടും ഹമാസിന്റെ ഇത്തരം ക്രൂരതകളെ കുറിച്ച് മനസ്സിലാക്കിയ ഹമാസിന്റെ പല പല ക്രൂരതകളെയും കുറിച്ച് കേട്ട ആ ചെറുപ്പക്കാരന് അവയൊന്നും സഹിക്കുവാൻ കഴിയുന്നവയായിരുന്നില്ല. അയാളുടെ മനസ്സിലേക്ക് ചില ചോദ്യങ്ങൾ ഉയർന്നു വന്നു. ആരാണ് ശത്രു? ഇസ്രായേൽക്കാരാണോ? ശത്രുവെന്ന് ചെറുപ്രായം മുതൽ തന്നെ ബുദ്ധിയിലേക്ക് പറഞ്ഞുറപ്പിക്കപ്പെട്ടവർ യഥാർത്ഥ ശത്രുക്കൾ തന്നെയാണോ? മിത്രമെന്ന് കരുതിയവർ സത്യത്തിൽ മിത്രങ്ങൾ തന്നെയാണ്. മിത്രമെന്ന് പറയുന്നവരാണോ ശത്രുവെന്ന് വിശേഷിക്കപ്പെടുന്നവരാണോ നല്ലവർ? ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനോട് എങ്ങനെയാണ് ഇത്രയും അധികം ക്രൂരതകൾ ചെയ്യുവാൻ കഴിയുന്നത്? എന്തിന്റെ പേരിലാണെങ്കിലും അതൊരിക്കലും ന്യായീകരിക്കപ്പെടുന്നവയല്ല. ആലോചനകളുടെയും പുനരാലോചനകളുടെയും ഒടുവിൽ അയാൾ ഒരു തീരുമാനമെടുത്തു. ഇനി ഒരിക്കലും ഈ തിന്മയുടെ ഭാഗമായി ഞാൻ തുടരുകയില്ല. ഇത്തരമൊരു തിന്മ ഇനി ഒരിടത്തും ആവർത്തിക്കുവാൻ ഇടയാകുകയും വരും. ഇതിന്റെ വേര് അറുത്തേ തീരും. പക്ഷേ എങ്ങനെ? അയാൾക്ക് അക്കാര്യത്തിൽ വ്യക്തത ലഭിച്ചില്ല. ചെറുപ്പം മുതൽ തന്റെ കാതുകളിലേക്ക് ഓതിത്തന്ന പല കാര്യങ്ങളും അബദ്ധ ജടിലവും ക്രൂരവുമായിരുന്നുവെന്ന് തെളിവുകൾ സഹിതം അയാൾക്ക് ലഭിക്കുകയായിരുന്നു. അവിടെ അയാളുടെ 2ാം ജന്മം ആരംഭിക്കുകയായിരുന്നു. ഇരുട്ടിനെ പ്രകാശമെന്നും പ്രകാശത്തെ ഇരുട്ടെന്നും വിളിക്കുന്നവർക്കിടയിൽ നിന്ന് മാറി നടക്കുവാൻ അയാൾ ബോധപൂർവം തീരുമാനിക്കുകയായിരുന്നു. അവിടെ സംഭവിച്ചത് അയാളുടെ മാനസാന്തരമായി. ഹമാസിന്റെ സഹസ്ഥാപകനായ ഹസൻ യൂസഫിന്റെ മകനായ, ചെറുപ്പം മുതൽ തന്നെ ഇസ്ലാമിക സംഘടനകളിൽ പ്രവർത്തിച്ചു വന്നിരുന്ന മൊസാബ് ഹസൻ യൂസഫ് ആയിരുന്നു ആ ചെറുപ്പക്കാരൻ. തീവ്രവാദിയായി ജീവിച്ച ഒരു കാലഘട്ടത്തെ പാമ്പുകൾ പടം പൊഴിക്കുന്നത് പോലെ പൊഴിച്ചു കളഞ്ഞ് നിറ യൗവനത്തിലേക്ക് കുതിച്ചു പറക്കുന്ന ഒരു കഴുകനെ പോലെയുള്ള 2ാം ജന്മത്തിലേക്ക് അയാൾ പറന്നു ഉയരുകയായിരുന്നു. വെസ്റ്റ് ബാങ്കിലെ റാമല്ലയിലാണ് മൊസാബ് ഹസൻ യൂസഫ് ജനിച്ചത്. അദ്ദേഹത്തിന്റെ പിതാവ് ഷെയ്ഖ് ഹസൻ യൂസഫ് കുപ്രശസ്തനാണ്. കാരണം അദ്ദേഹം ഹമാസിന്റെ സഹസ്ഥാപകനായി. പാലസ്തീനിലെ ഗാസയിൽ ഭരണം നടത്തുന്ന ഒരു രാഷ്ട്രീയ സൈനിക കക്ഷിയാണ് ഹമാസ്. ഹർഗത്തുൽ മുഖാവമത്തുൽ ഇസ്ലാമിയ എന്നാണ് പൂർണ്ണരൂപം. ഗാസ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഹമാസിന് പാലസ്തീൻ പ്രദേശങ്ങളിലെല്ലാം വൻ സ്വാധീന ശക്തിയാണുള്ളത്. പ്രബലമായ ഒരു രാഷ്ട്രീയ ശക്തിയായിട്ടാണ് ഹമാസ് കണക്കാക്കപ്പെടുന്നത്. ഹമാസിന്റെ നേതൃത്വത്തിലുള്ള ചാവേർ ആക്രമണങ്ങളും റോക്കറ്റ് ആക്രമണങ്ങളുമാണ് ഹമാസിനെ ഒരു തീവ്രവാദ സംഘടനയായി പ്രഖ്യാപിക്കുവാൻ പല രാജ്യങ്ങളെയും ഏജൻസികളെയും പ്രേരിപ്പിച്ചിരിക്കുന്നത്. കാനഡ, ഇസ്രായേൽ, ബ്രിട്ടൻ, അമേരിക്ക, ജപ്പാൻ, ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങളും യൂറോപ്യൻ യൂണിയനും ഹമാസിനെ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതെന്തായാലും ഇസ്ലാമിക പ്രതിരോധ പ്രസ്ഥാനം എന്ന അർത്ഥത്തിൽ പ്രവർത്തിക്കുന്ന ഹമാസ് തീക്ഷ്ണതയും ശക്തിയും ധീരതയുമാണ് അതിലൂടെ പ്രകടമാക്കുന്നത്. അഴിമതിയും അക്രമവും കണ്ടു വളർന്ന ബാല്യകാലമായിരുന്നു തൻ്റേതെന്ന് അദ്ദേഹം അനുസ്മരിക്കുന്നുണ്ട്. The fundamental problems that we had within our society before we blame Israel. And of course, I don't want to say that I was shocked by Hamas brutality in prison, but that was a main or a major turning point in my life journey that made me question the very nature of my father's project and their claim to free our people. ഹമാസിന്റെ സഹസ്ഥാപകനായ പിതാവിന്റെ മകനായി വളരുമ്പോൾ തീർച്ചയായും ഹമാസിന്റെ സ്വാധീനവും അതിനോടുള്ള ആഭിമുഖ്യവും മൊസാബ് ഹസൻ യൂസഫ് അലിക്കും ഉണ്ടാവുമല്ലോ.
ഹമാസിന്റെ രാഷ്ട്രീയ നിലപാടുകളെ പിന്തുണച്ചും അതിനോട് സഹകരിച്ചുമാണ് യൂസഫ് വളർന്നു വന്നത്. 10 വയസ്സുള്ളപ്പോൾ ആ ജീവിതത്തിൽ ഒരു പ്രത്യേക സംഭവം നടന്നു. ഇസ്രായേൽ സൈനികർക്ക് നേരെ മൊസബ് കല്ലെറിഞ്ഞു. ബുദ്ധിയുറയ്ക്കുന്ന കാലം തൊട്ടു തന്നെ ഇസ്രായേൽക്കാരോട് കഠിനമായ ശത്രുത കുത്തി വയ്ക്കപ്പെട്ട് വളർന്നതായിരുന്നുവല്ലോ ആ ബാല്യം. അതുകൊണ്ടാണ് അവസരം കിട്ടുമ്പോഴെല്ലാം ഇസ്രായേൽക്കാരെ ആക്രമിക്കുന്നതിലേക്ക് ആ ചെറുപ്രായം തൊട്ട് തന്നെ അവൻ വളർന്നത്. ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് അവനെ അറസ്റ്റ് ചെയ്തു. മൊസബിന്റെ ജീവിതത്തിലെ ആദ്യത്തെ ജയിൽവാസമായിരുന്നു അത്. പക്ഷേ നിശ്ചിത കാലാവധിക്ക് ശേഷം അവൻ വിട്ടയക്കപ്പെട്ടു. ഇസ്രായേൽ ജനതയോട് പൂർവാധികം വെറുപ്പോടും ശത്രുതയോടും കൂടിയാണ് ഈ ജയിലിൽ നിന്ന് ആ 10 വയസ്സുകാരൻ പുറത്തു വന്നത്. വർഷങ്ങൾക്ക് ശേഷം സംഭവിച്ച ഒരു ജയിൽവാസമാണ് മൊസബിന്റെ ജീവിതത്തെ പിടിച്ചു കുലുക്കിയത്. ഇതാവട്ടെ ഇസ്രായേൽ ജയിലിൽ വെച്ച് സംഭവിച്ചതുമായിരുന്നു. ഇസ്രായേലിന്റെ വടക്കു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാന ജയിലായ മഗിഡോ ജയിലിൽ വെച്ചായിരുന്നു മൊസബിന്റെ കണ്ണു തുറപ്പിക്കുന്ന ആ സംഭവം നടന്നത്. പ്രധാനമായും പാലസ്തീൻ തടവുകാരെ പാർപ്പിക്കുന്ന ജയിലാണ് മഗിഡോയിലുള്ളത്. ഇസ്രായേൽ പ്രിസൺ സർവീസിന്റെ നിയന്ത്രണത്തിലുള്ള ഇവിടെ കൂടുതലായും സുരക്ഷാ തടവുകാരെയാണ് പാർപ്പിക്കാറുണ്ടായിരുന്നത്. ചരിത്രപരവും മതപരവുമായ പ്രാധാന്യമുള്ള സ്ഥലം കൂടിയാണ് മഗിഡോ. ബൈബിളിലെ അർമഗദൻ യുദ്ധവുമായി ബന്ധപ്പെട്ട സ്ഥലം. ഹമാസ് തടവുകാർക്കൊപ്പമായിരുന്നു മൊസബ് അടയ്ക്കപ്പെട്ടിരുന്നത്. എന്നാൽ ഹമാസ് തടവുകാർക്ക് ഒരു സംശയം: കൂടെയുള്ളവരിൽ ആരെങ്കിലും ഇസ്രായേൽ ചാരന്മാരാണ്. അതറിയാൻ വേണ്ടി സഹ തടവുകാരുടെ നേരെ ക്രൂരമായ പീഡനങ്ങൾ അവർ അഴിച്ചുവിട്ടു. പാലസ്തീൻകാരായ ഹമാസ് അനുഭാവികളായവരെ തന്നെയാണ് കേവലം സംശയത്തിന്റെ പേരിൽ അവർ മർദ്ദിച്ചത്. ഏകദേശം 1 വർഷത്തെ തടവ് ജീവിതമായിരുന്നു വിധിക്കപ്പെട്ടിരുന്നത്. അതിനിടയിൽ പലപ്പോഴും ഹമാസ് സഹ തടവുകാരെ ക്രൂരമായി പീഡിപ്പിക്കുന്നതിന് മൊസബ് സാക്ഷിയാകേണ്ടി വന്നു. സഹ തടവുകാരെ മർദ്ദിക്കുക, അവരുടെ നഖങ്ങൾക്കിടയിലൂടെ സൂചി കയറ്റുക തുടങ്ങിയ പ്രാകൃതമായ മുറകളാണ് ജയിലിൽ നടത്തിയത്. ഇസ്രായേൽ ഇന്റലിജൻസുമായി അവർക്കാർക്കും ബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നിട്ടും അവർ പീഡനങ്ങൾക്ക് വിധേയരായിക്കൊണ്ടിരുന്നു. മർദ്ദനങ്ങൾക്കിടയിൽ പലരും കൊല്ലപ്പെടുകയും ചെയ്തു. സഹതടവുകാരുടെ നിലവിളി ഇതുവരെയും തന്റെ കാതുകളിൽ നിന്ന് മാഞ്ഞു പോയിട്ടില്ല എന്നാണ് മൊസബ് അതേക്കുറിച്ച് പിന്നീട് പറഞ്ഞത്. ഇസ്രായേലിനെ ഹമാസ് നശിപ്പിക്കുമോ? ഒരു രാഷ്ട്രം അവർ കെട്ടിപ്പടുക്കുമോ? ഹമാസ് വിജയിക്കുമോ? ഇത്തരം ചില സംശയങ്ങൾ മൊസബിന്റെ മനസ്സിലുണ്ട്. ഹമാസിന്റെ ക്രൂരതകൾ മനസ്സിലാക്കിയപ്പോഴാണ് ഇസ്ലാമിനെയും ഹമാസിനെയും കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ സംശയങ്ങൾ ആളിക്കത്തി തുടങ്ങിയത്. ആരാണ് തന്റെ യഥാർത്ഥ ശത്രുക്കൾ? യഥാർത്ഥത്തിൽ ആരാണ് ഹമാസ്? ഹമാസ് സാധാരണക്കാരെയും കുട്ടികളെയും ഏറ്റവും അധികം ദ്രോഹിക്കുകയും അവരെ പീഡിപ്പിക്കുകയുമാണെന്ന് മൊസബ് മനസ്സിലാക്കി. സഹ പാലസ്തീൻകാരെ പോലും അന്യായമായി പീഡിപ്പിക്കുകയും ജയിലിൽ വെച്ച് കൊല്ലുകയും ചെയ്ത ഹമാസിനെ ഇനിയും വിശ്വസിക്കേണ്ടതില്ലെന്ന് അദ്ദേഹത്തിന് തോന്നി. എന്ത് ചെയ്യണമെന്ന് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. താൻ ചെറുപ്പം മുതൽക്കേ വിശ്വസിച്ചു പോന്നിരുന്ന, നിലയുറപ്പിച്ചിരുന്ന വിശ്വാസ പ്രമാണങ്ങൾ അബദ്ധ ജടിലവും മനുഷ്യത്വരഹിതവുമാണെന്ന് മൊസബ് മനസ്സിലാക്കി. സഹ തടവുകാരെ പോലും കൊന്നൊടുക്കുന്ന ഹമാസിനൊപ്പമുള്ള ജീവിതം സുരക്ഷിതമല്ലെന്നും അത് ആത്മഹത്യ ചെയ്യുന്നതിന് തുല്യമാണെന്നും അദ്ദേഹത്തിന് തോന്നി. തന്നെ വരിഞ്ഞു മുറുക്കിയിരിക്കുന്ന നീരാളി പിടുത്തത്തിൽ നിന്ന് മോചിതനാകണമെന്ന ആഗ്രഹം അദമ്യമായി അദ്ദേഹത്തിൽ വളരുകയായിരുന്നു. 1996 മൊസബ് ഇസ്രായേൽ തടവുകാരനായി. 1997 അദ്ദേഹം ജയിൽ മോചിതനായി. ഈ വർഷക്കാലത്തിനിടയിൽ മറ്റൊന്നുകൂടി സംഭവിച്ചു. ഇസ്രായേലിന്റെ ആഭ്യന്തര രഹസ്യ അന്വേഷണ ഏജൻസിയായ ഷിൻബത്തുമായി സഹകരിച്ച് രഹസ്യ വിവരദാതാവാകുവാനുള്ള തീരുമാനം മൊസബ് എടുത്തതായിരുന്നു അത്. രാജ്യത്തിനുള്ളിൽ നടക്കുന്ന ഭീകര ആക്രമണങ്ങൾ തടയുക, സംശയാസ്പദമായ ആളുകളെ നിരീക്ഷിക്കുക തുടങ്ങിയ ആഭ്യന്തര സുരക്ഷാ കാര്യങ്ങളിൽ ശ്രദ്ധ പതിപ്പിക്കുക, ഹമാസ്, ഇസ്ലാമിക് ജിഹാദ് പോലെയുള്ള സംഘടനകളെ നിരീക്ഷിക്കുകയും ആക്രമണങ്ങൾ തടയുകയും ചെയ്യുന്ന ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങളും രഹസ്യ വിവരങ്ങൾ ശേഖരിക്കുകയും ഗൂഢാലോചനകൾ കണ്ടെത്തുകയും ചെയ്യുക, പ്രധാന നേതാക്കളുടെയും സർക്കാർ ഉദ്യോഗസ്ഥരുടെയും സുരക്ഷ ഉറപ്പാക്കുന്ന VIP സംരക്ഷണം എന്നിവയെല്ലാമായിരുന്നു ഷിൻബത്തിന്റെ ചുമതലകൾ. മൊസാദ് പോലെയുള്ള ഇസ്രായേൽ ഏജൻസികളുമായി തുലം വ്യത്യാസമുണ്ടായിരുന്നു ഷിൻബത്തിന്. വിദേശ രാജ്യങ്ങളിൽ രഹസ്യാന്വേഷണം നടത്തുകയും ശത്രുക്കളെ വകവരുത്തുകയുമാണ് മൊസാദിന്റെ കർത്തവ്യമെങ്കിൽ ഷിൻബത്ത് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത് രാജ്യത്തിനുള്ളിലെ സുരക്ഷയും രഹസ്യ അന്വേഷണവുമായിരുന്നു. വളരെ രഹസ്യമായി പ്രവർത്തിക്കുന്ന ഒരു ഏജൻസിയായിരുന്നു ഷിൻബത്ത്. ഇതുമായി സഹകരിക്കുവാനുള്ള വാഗ്ദാനമായിട്ടാണ് മൊസബ് ജയിൽ വിട്ടത്. ഇന്നലെ വരെ ഇസ്രായേലും ഷിൻബത്തുമാണ് ശത്രുക്കളെന്ന് കരുതിയിരുന്ന മൊസബിന് യഥാർത്ഥ ശത്രുക്കൾ ഹമാസ് ആണെന്ന് മനസ്സിലാവുകയാണ്. കേവലം പണമോ പദവിയോ അല്ല, സ്വന്തം ജനങ്ങളുടെ ഭാഗത്ത് നിന്നുകൊണ്ട് അവരുടെ തെറ്റുകൾ വെളിപ്പെടുത്തി കൊടുക്കുകയും നിരപരാധികളുടെ ജീവൻ രക്ഷിക്കുകയും ചെയ്യുക എന്ന ഒറ്റ ലക്ഷ്യത്തോടെയാണ് ഷിൻബത്തുമായി സഹകരിക്കുവാൻ മൊസബ് തീരുമാനിച്ചത്. മൊസബിന്റെ ഇരട്ട ജീവിതത്തിന് അവിടെ തുടക്കം കുറിക്കപ്പെടുകയായിരുന്നു. പകൽ വെളിച്ചത്തിൽ അയാൾ ഹമാസ് നേതാവിന്റെ മകനായിരുന്നു. രാത്രിയിലാവട്ടെ ഷിൻബത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന രഹസ്യ ഏജന്റ്.
ഇരട്ട ജീവിതം എന്നാൽ അപകടകരമായ ജീവിതം എന്നുകൂടിയാണ് അർത്ഥം. തന്റെ ചാരപ്രവർത്തനം ഹമാസ് കണ്ടെത്തിയാൽ മരണം, അതല്ല താൻ പറയുന്നതൊന്നും ഇസ്രായേൽ വിശ്വസിച്ചില്ലെങ്കിൽ അവിടെയും മരണമോ തടവോ. രണ്ടായാലും ജീവൻ പണയം വെച്ചുള്ള ജീവിതത്തിനാണ് മൊസബ് തുടക്കം കുറിച്ചത്. ഭയത്തിനും സത്യത്തിനും രാത്രിക്കും പകലിനും ഇടയിലുള്ള അനിശ്ചിതത്വവും കലർന്ന ജീവിതം. ജയിലിൽ കഴിയുമ്പോൾ തന്നെ ഷിൻബത്തുമായി സഹകരിച്ച് പ്രവർത്തിക്കുവാൻ മൊസബ് ആരംഭിച്ചിരുന്നു. ക്യാപ്റ്റൻ ലോയ് എന്ന രഹസ്യനാമമുള്ള ഖൊനയൻ ഇക്കാര്യത്തിൽ മൊസബിന് ഏറെ സഹായിയായിരുന്നു. വളരെ അടുത്ത സുഹൃത്തുക്കളായി മാറുവാൻ തെല്ലും സമയമെടുത്തതുമില്ല. മൊസബ് നൽകിയ പല രഹസ്യ വിവരങ്ങളും കൊണ്ട് അനേകം നിരപരാധികളുടെ ജീവൻ രക്ഷിക്കപ്പെട്ടു. ഹമാസ് നടത്താനിരുന്ന പല ഭീകരാക്രമണങ്ങളും ഒഴിവാകുകയും അതിനെ പ്രതിരോധിക്കുകയും ചെയ്തു. ഭീകര പദ്ധതികൾ തകർക്കപ്പെടുകയും പാലസ്തീനിലെ പല ഉന്നത വ്യക്തികളും അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്തു. നൂറുകണക്കിന് ഇസ്രായേൽക്കാരുടെ മാത്രമല്ല അതിലേറെ പാലസ്തീനികളുടെയും ജീവൻ രക്ഷിക്കുവാൻ ഷിൻബത്തിലൂടെ മൊസബിന് സാധിച്ചു. താൻ വിവരങ്ങൾ ചോർത്തി കൊടുക്കുന്നവരെ ഒരിക്കലും കൊല്ലരുതെന്നും അറസ്റ്റ് ചെയ്യുക മാത്രമേ ചെയ്യാവൂ എന്ന വ്യവസ്ഥയിലായിരുന്നു ഹമാസുമായി ബന്ധപ്പെട്ട പല വിവരങ്ങളും മൊസാബ് കൈമാറിയിരുന്നത്. ഡസൻ കണക്കിന് ചാവേർ ആക്രമണങ്ങളും യഹൂദർക്കെതിരായ കൊലപാതക ശ്രമങ്ങളും ഒഴിവാക്കുവാൻ പ്രധാന കാരണക്കാരനായതിലൂടെ ഇസ്രായേലിലെ മൊസാബ് പ്രിയപ്പെട്ട വ്യക്തിയായി മാറുകയായിരുന്നു. തങ്ങളുടെ ഗൂഢതന്ത്രങ്ങളും രഹസ്യ നീക്കങ്ങളും എങ്ങനെയാണ് തകർക്കപ്പെടുന്നത് എന്നറിയാതെ അന്തിച്ചു നിൽക്കുവാനേ അപ്പോഴെല്ലാം ഹമാസിന് കഴിഞ്ഞുള്ളൂ. വെസ്റ്റ് ബാങ്കിലെ ഹമാസ് കമാൻഡറായ ഇബ്രാഹിം ഹമീദ്, മാർവൻ ബർഗൌട്ടി എന്നിവരുൾപ്പെടെയുള്ള നിരവധി പാലസ്തീൻ നേതാക്കൾ അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോഴും 2001 ഇസ്രായേൽ വിദേശകാര്യമന്ത്രിയും പിൽക്കാലത്തെ പ്രസിഡന്റുമായ ഷിമോൻ പെരസിന്റെ വധശ്രമം വിഫലമായപ്പോഴും ഇതെല്ലാം എങ്ങനെയാണ് സംഭവിച്ചതെന്ന അങ്കലാപ്പിലായിരുന്നു ഹമാസ്. അപ്പോഴേക്കും ദി ഗ്രീൻ പ്രിൻസ് എന്നും പ്രിൻസ് എന്നും മറ്റുമുള്ള പേരുകളിൽ ഷിൻബത്തിന് മൊസബ് അവിഭാജ്യ ഘടകമായി മാറിക്കഴിഞ്ഞിരുന്നു. 1999 മൊസബിന്റെ ജീവിതത്തിലെ രണ്ടാം ഘട്ടത്തിന് തുടക്കം കുറിച്ചത്. അത് മറ്റൊന്നും ആയിരുന്നില്ല, ഇന്ന് കാണുന്ന വിധത്തിലുള്ള മാനസാന്തരത്തിന്റെ ഘട്ടം അന്നാണ് ആരംഭിച്ചത്. ഒരു ബ്രിട്ടീഷ് മിഷണറിയുമായുള്ള കൂടിക്കാഴ്ചയായിരുന്നു ഈ മാനസാന്തരത്തിന് വഴി തെളിച്ചത്. അദ്ദേഹമാണ് മൊസബിന് ക്രിസ്തുമതത്തെ ആദ്യമായി പരിചയപ്പെടുത്തിയത്. ഇന്നലെ വരെ താൻ കാണുകയും കേൾക്കുകയും ചെയ്തിരുന്ന മതവിശ്വാസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒന്നായി വിശുദ്ധ ഗ്രന്ഥം മൊസബിന് അനുഭവപ്പെട്ടു. കേവലം ഒരു പ്രവാചകനെയല്ല, സത്യദൈവവും മനുഷ്യനുമായി അവതരിച്ച ദൈവപുത്രനെയാണ് യേശുവിൽ മൊസബ് കണ്ടെത്തിയത്. ലോകത്തിലെ മറ്റെല്ലാ നേതാക്കന്മാരിൽ നിന്നും ആത്മീയ നേതാക്കന്മാരിൽ നിന്നും വ്യത്യസ്തമായ ചിന്താധാരയും ജീവിതവും കൊണ്ട് ക്രിസ്തു മൊസബിന്റെ ഹൃദയത്തെ കീഴടക്കി. ഇന്നുവരെ താൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തിരുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ പ്രബോധനങ്ങളെയാണ് മൊസബ് വിശുദ്ധ ബൈബിളിന്റെ താളുകളിൽ കണ്ടെത്തിയത്. ശത്രു സംഹാരം ജീവിത ലക്ഷ്യമായി കരുതി പോന്നിരുന്ന ഒരു മതസംഹിതയിൽ നിന്ന് വ്യത്യസ്തമായി ശത്രുവിനെ സ്നേഹിക്കുവാനുള്ള ആഹ്വാനം മൊസബിനെ സംബന്ധിച്ചിടത്തോളം അവിശ്വസനീയമായിരുന്നു. കൊടുങ്കാറ്റുകൾക്ക് ശേഷമുള്ള ശാന്തത പോലെ, കൊടും വെയിലിന് ശേഷമുള്ള തണൽ പോലെയുള്ള ഒരു അനുഭവത്തിലേക്ക് മൊസബ് പ്രവേശിക്കുകയായിരുന്നു. ക്രിസ്തു മതത്തിലേക്കുള്ള തന്റെ പരിവർത്തനത്തെ കേവലം മതം മാറ്റമായല്ല മൊസബ് ഹസൻ യൂസഫ് കാണുന്നത്, മറിച്ച് മനപരിവർത്തനമായിട്ടാണ്. അതുകൊണ്ടാണ് അദ്ദേഹം പല അഭിമുഖങ്ങളിലും ഇങ്ങനെ പറയുന്നത്. First of all, I did not become Christian. I did not leave Muslim to become Christian. I was fascinated, and I'm still fascinated by Christ consciousness, which basically, in that region, where hatred is taken over. I did not see that our problem was Israel. I saw that we had a lot more complicated problem within our society. And I found the teachings of loving thy enemy, forgiveness, compassion, the power to be crucified, and stand above pain and stand above misjudgment. I saw that there was lots of power to that. I did not find religion. I found Jesus. അതെ, ക്രിസ്തു മതത്തെയല്ല, ക്രിസ്തുവിനെയാണ് അദ്ദേഹം കണ്ടെത്തിയത്. ഇക്കാരണത്താൽ തന്നെ ക്രിസ്തു എന്നെ രക്ഷിച്ചുവെന്നാണ് അദ്ദേഹം എല്ലായ്പ്പോഴും ഏറ്റു പറയുന്നത്. ഇവിടെ വ്യക്തമാകുന്നത് ഒരു മതം മാറ്റമല്ല അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ചത് എന്ന് തന്നെയാണ്. യേശു എന്ന വ്യക്തിയെ അനുഭവിക്കുകയും അറിയുകയും ചെയ്തപ്പോഴാണ് മൊസബിന്റെ മാനസാന്തരം യഥാർത്ഥമായത്. അതനുസരിച്ച് ജീവിച്ചു തുടങ്ങിയപ്പോഴാണ് അത് പ്രാവർത്തികമായത്. താൻ അന്നുവരെ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തിരുന്ന പ്രബോധനങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു ചിന്താധാരയാണ് ക്രിസ്തു മതത്തിൽ നിന്ന് മൊസബ് ആർജിച്ചെടുത്തത്.
തന്റെ ജീവിതത്തിലും ഹൃദയത്തിലും ഒന്നുപോലെ ആഴത്തിൽ പൊതിഞ്ഞ യേശുവിന്റെ ആഹ്വാനം ശത്രുവിനെ സ്നേഹിക്കുക, പ്രതികാരം ചെയ്യാതിരിക്കുക, ക്ഷമിക്കുക എന്നിവയായിരുന്നുവെന്ന് മൊസബ് തിരിച്ചറിഞ്ഞു. ഹമാസിന്റെ ആശയധാരകളിൽ നിന്ന് ഇത് തികച്ചും വ്യത്യസ്തമായിരുന്നുവല്ലോ. ശത്രുവിനെ കുറിച്ച് മാത്രമല്ല, ജീവിതത്തെക്കുറിച്ച് തന്നെയുള്ള ധാരണകളെ വേറിട്ടെഴുതുവാൻ വിശുദ്ധഗ്രന്ഥ പാരായണം മൊസബിനെ സഹായിച്ചു. ജീസസ് ചേഞ്ച്ഡ് മൈ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് enemy എന്നാണ് മൊസബ് പറയുന്നത്. അക്രമം കൂടുതൽ അക്രമത്തിന് മാത്രമാണ് വഴിവെക്കുന്നത് എന്നതിനാൽ സ്നേഹത്തിന് മാത്രമേ ആ സർക്കിൾ ഭേദിക്കാനാവൂ. അക്രമത്തിൽ നിന്നും ക്രൂരതകളിൽ നിന്നും ഇന്ന് മൊസബ് അകന്നു നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് പ്രധാന കാരണം ക്രിസ്തുവിന്റെ പ്രബോധനങ്ങൾ മാത്രമാണ്. അക്രമത്തിന് പകരം അക്രമം എന്നല്ല, അക്രമത്തിന് പകരം കരുണയും സ്നേഹവും എന്ന് പഠിപ്പിച്ച ക്രിസ്തുവാണ് മൊസബിന്റെ മാതൃക. ആന്തരിക സ്വാതന്ത്ര്യത്തിലേക്കാണ് ക്രിസ്തു തന്നെ വിളിച്ചിരിക്കുന്നത് എന്ന ഉത്തമ ബോധ്യത്തിൽ നിന്നാണ് വിദ്വേഷത്തിൽ നിന്ന് ക്രിസ്തു എന്നെ രക്ഷിക്കുകയും സ്വതന്ത്രനാക്കുകയും ചെയ്തിരിക്കുന്നുവെന്ന് മൊസബ് ഏറ്റുപറയുന്നത്. വിശുദ്ധ ഗ്രന്ഥ വായന, പ്രത്യേകിച്ച് സുവിശേഷം, അദ്ദേഹത്തിന് സമ്മാനിച്ചത് ഇന്നേ വരെ ലഭിക്കാത്തതും മറ്റൊരാൾക്കും നൽകുവാൻ കഴിയാത്തതുമായ ആന്തരിക സമാധാനമായിരുന്നു. സത്യത്തെക്കുറിച്ചുള്ള ബോധ്യവും ആത്മീയമായ വ്യക്തതയുമായിരുന്നു. വേദപുസ്തകത്തിൽ അദ്ദേഹം ദൈവത്തെ കണ്ടു, ക്രിസ്തുവിനെ കണ്ടു. ഇന്നേ വരെ ഒരു മത നേതാവും പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങളായിരുന്നു അതിൽ നിന്ന് മൊസബ് മനസ്സിലാക്കിയത്. ആയുധങ്ങളെക്കുറിച്ചും അധികാരത്തെക്കുറിച്ചും ശത്രുവിനെക്കുറിച്ചും നിരന്തരം കേട്ടുകൊണ്ടിരുന്ന ഒരു മത പശ്ചാത്തലത്തിൽ നിന്ന് വ്യത്യസ്തമായി അധികാരത്തെക്കുറിച്ച് സംസാരിക്കാത്ത, ആയുധങ്ങളെക്കുറിച്ച് പഠിപ്പിക്കാത്ത, വെറുപ്പിനെ കുറിച്ച് ഓർമ്മിപ്പിക്കാത്ത, ശത്രുവായി ഒരാൾ പോലും പരിഗണിക്കപ്പെടാത്ത ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും മൊസബ് അവിടെ കണ്ടുമുട്ടുകയായിരുന്നു. ക്രിസ്തു എന്നെ പഠിപ്പിച്ചത് ശത്രുവിനെ തോൽപ്പിക്കാനല്ല, ശത്രുവിനെ സ്നേഹിക്കാനായിരുന്നു എന്നാണ് തന്റെ ജീവിതത്തിൽ സംഭവിച്ച മാനസാന്തരത്തെക്കുറിച്ച് അദ്ദേഹം ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ജീവിതം മുഴുവനായി മാറ്റുന്നത് വഴിയും സത്യവും ജീവനുമായ യേശുവാണ് എന്ന തിരിച്ചറിവിലാണ് ഇപ്പോൾ മൊസബിന്റെ ജീവിതം. ക്രിസ്തീയ വിശ്വാസത്തിലേക്ക്, അല്ലെങ്കിൽ സത്യദൈവമായ ക്രിസ്തുവിനെ അറിഞ്ഞു തുടങ്ങിയപ്പോൾ മുതൽ മൊസബിന്റെ ഉള്ളിൽ സംഘർഷങ്ങളുടെ അരങ്ങേറ്റമായിരുന്നു. അതിൽ പ്രധാനമായും ഉയർന്നു വന്നത് ഒരു ചോദ്യമായിരുന്നു. താൻ ഇതുവരെ വിശ്വസിച്ചതെല്ലാം തെറ്റായിരുന്നു. അദ്ദേഹത്തിന്റെ വിശ്വാസവും മനസ്സിലാക്കിയ സത്യവും തമ്മിലുള്ള പോരാട്ടമായിരുന്നു അപ്പോൾ നടന്നുകൊണ്ടിരുന്നത്. ആ അന്വേഷണത്തിനൊടുവിൽ അദ്ദേഹം ഒരു സത്യം തിരിച്ചറിഞ്ഞു. വിദ്വേഷത്തിന്റെ അടിമയായിരുന്നു താൻ ഇതുവരെയും. എന്നാൽ ഇന്ന് താൻ സ്നേഹത്തിന്റെ അടിമയായി മാറിയിരിക്കുന്നു. ക്രിസ്തുവിന്റെ സ്നേഹം തന്നെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു. മൊസബ് ഹസൻ അന്വേഷിച്ചത് മതമായിരുന്നില്ല, സത്യമായിരുന്നു. ആ സത്യമായിരുന്നു യേശു. യേശു സത്യമാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അവിടുത്തെ പ്രബോധനങ്ങൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പുതിയ വെളിച്ചം പകർന്നു നൽകി. മുൻപ് ശത്രുവിനെ ഇല്ലാതാക്കുവാൻ ഓടി പാഞ്ഞു നടന്ന അദ്ദേഹത്തിന് ശത്രുവിനെ മനുഷ്യനായും സഹോദരനായും കാണുവാൻ കഴിയുന്ന വിധത്തിലുള്ള പുതിയ കാഴ്ചയുടെ ചക്രവാളങ്ങൾ സ്വന്തമായി. മറ്റൊരു തരത്തിൽ വിജാതീയനായ സാവൂളിനെ ഓർമ്മിപ്പിക്കുന്ന ആധുനിക കാലത്തെ മറ്റൊരു സാവൂൾ തന്നെയാണ് മൊസബ് ഹസൻ യൂസഫ്. അന്ന് വിജാതീയരെ കൊന്നെടുക്കുന്നതിലായിരുന്നു സാവൂളിന്റെ ശ്രദ്ധ. അത്തരമൊരു പടയോട്ടത്തിനിടയിലാണ് ആ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ ട്വിസ്റ്റ് സംഭവിക്കുന്നത്. സമാനമായ വിധത്തിലാണ് മൊസബും പരിവർത്തിക്കപ്പെട്ടത്. ചാവേർ ആക്രമണങ്ങൾ ആഘോഷമാക്കിയിരുന്ന ഒരു സംഘടനയിൽ നിന്ന് ജീവന്റെ കാവലാളാകുവാനുള്ള ദൗത്യം അദ്ദേഹം ഏറ്റെടുക്കുകയായിരുന്നു. ചാവേർ ആക്രമണങ്ങളോട് ഹമാസിന്റെ സമീപനം എന്തായിരുന്നുവെന്ന് അദ്ദേഹം ഒരു അഭിമുഖത്തിൽ വ്യക്തമാക്കുന്നത് ഇപ്രകാരമാണ്: ഒരു ഹൃദയമാറ്റ ശാസ്ത്രക്രിയയോട് തുലനപ്പെടുത്താവുന്ന വിധത്തിലുള്ള ഒന്നാണ് മൊസബിന്റെ ജീവിതത്തിൽ സംഭവിച്ചത്. കഠിനമായ ഹൃദയം എടുത്തുമാറ്റി സരളമായ ഹൃദയം വെച്ചുപിടിപ്പിക്കുന്നത് പോലെയുള്ള ഒന്ന്. കടും ചുമപ്പായ പാപങ്ങൾ തൂമഞ്ഞു പോലെ വെളുപ്പിക്കുന്ന മാന്ത്രികത. മൊസബിന്റെ ജീവിതത്തിൽ സംഭവിച്ചത് അതാണ്. അതുകൊണ്ടാണ് ഞാൻ മതമല്ല ഹൃദയമാണ് മാറ്റിയതെന്നും യേശുവാണ് എൻ്റെ ഹൃദയം മാറ്റിയതെന്നും മൊസബ് തുറന്നു പറയുന്നത്. 1999 ക്രിസ്തു മതവുമായി ചർച്ച ചെയ്യപ്പെട്ടുവെങ്കിലും ഏറെക്കാലം അദ്ദേഹത്തിന്റെ ക്രിസ്തീയ ജീവിതം മറയ്ക്കപ്പെട്ട് തന്നെ തുടർന്നു. 2000 ആണ്ടോടെയാണ് ക്രിസ്തു വിശ്വാസത്തിലേക്ക് അദ്ദേഹം കൂടുതൽ ആഴപ്പെട്ടത്. 2005 ടെൽ അവീവിൽ വെച്ച് അദ്ദേഹം സ്നാനം സ്വീകരിച്ചു. 2007 അമേരിക്കയിലേക്ക് യാത്രയായി. ഇതിനെല്ലാം ശേഷം 2008 അദ്ദേഹം തന്റെ ക്രിസ്തീയ വിശ്വാസം പരസ്യപ്പെടുത്തിയത്. അതോടെ ഹമാസിനെയും മുസ്ലിം സമുദായത്തെയും എന്നേക്കുമായി ഉപേക്ഷിക്കുകയും ചെയ്തു. തന്റെ കുടുംബാംഗങ്ങൾ ഇസ്ലാമിക തീവ്രവാദികളുടെ ആക്രമണത്തിന് ഇരയാകേണ്ടി വരുമെന്ന ഭയം മൂലമാണ് 2008 വരെ ഇക്കാര്യം മറച്ചു വെച്ചിരുന്നതെന്ന് മൊസബ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. 2007 വെസ്റ്റ് ബാങ്ക് വിട്ട് അമേരിക്കയിൽ എത്തിയപ്പോൾ മാത്രമാണ് അദ്ദേഹം ഇക്കാര്യം വെളിപ്പെടുത്തുവാൻ തയ്യാറായത്.
ശക്തമായ ഇസ്ലാം മത വിയോജിപ്പുകളാണ് ആധികാരികമായ തെളിവുകളോടെ യൂസഫ് നിരത്തുന്നത്. ഇസ്ലാം മതത്തിന്റെ അന്തസത്തയ്ക്ക് നാസിസത്തിൽ നിന്ന് ഏറെ വ്യത്യാസമൊന്നുമില്ലെന്ന് 2016 അദ്ദേഹം നടത്തിയ പ്രസ്താവന മുസ്ലിം സമുദായത്തെ ഒന്നടങ്കമാണ് വിരളി പിടിപ്പിച്ചത്. മുസ്ലിമുകൾ പാലസ്തീനെ ഇസ്രായേലിനെതിരെയുള്ള ഒരു ഉപാധിയായി ഉപയോഗിക്കുന്നുവെന്നും അദ്ദേഹത്തിന് ചില നിരീക്ഷണങ്ങളുണ്ട്. ഇസ്ലാം ഒരിക്കലും സമാധാനത്തിന്റെ മതമല്ല എന്നാണ് അദ്ദേഹം നിരന്തരം ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. 2000 മുതൽ ശക്തമായിരിക്കുന്ന ഇസ്രായേൽ പാലസ്തീൻ സംഘർഷത്തിന്റെ കാരണം വെസ്റ്റ് ബാങ്കിന്റെ അധിനിവേശമോ ജനങ്ങൾക്കിടയിൽ ഭൂമി വിതരണം ചെയ്യുന്നതിനെ കുറിച്ചുള്ള തർക്കമോ അല്ലെന്നും ഹമാസിന്റെ ഇസ്ലാമിക മതപരമായ സ്വത്വമാണ് എന്നും തുറന്നു പറയുവാൻ അദ്ദേഹം മടി വിചാരിച്ചില്ല. അറിവുകൾ എല്ലാവർക്കുമുണ്ട്, എന്നാൽ അത്തരം അറിവുകൾ തിരിച്ചറിവുകളായി മാറുമ്പോഴാണ് ജീവിതത്തിന് മാറ്റമുണ്ടാകുന്നത്. മൊസാബ് ഹസൻ യൂസഫ് അത്തരമൊരു തിരിച്ചറിവ് കിട്ടിയ വ്യക്തിയാണ്. ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ ഇസ്രായേലിനെതിരെ മാത്രമല്ല ലോകത്തിന് മുഴുവൻ ഒരു ആഗോള ഭീഷണിയാണെന്നാണ് എക്കാലവും യൂസഫിന്റെ അടിയുറച്ച നിലപാട്. സ്വേച്ഛാധിപത്യപരമോ തീവ്രവാദ സ്വഭാവമോ മാത്രമല്ല ഇറാന്റെ പിന്നിലെ അപകടമെന്നും അത് നിരുത്തരവാദിത്തപരമായ മത തീവ്രവാദമാണെന്നും അദ്ദേഹം ആരോപിക്കുന്നു. സൺ ഓഫ് ഹമാസ്, എ ഗ്രിപ്പിംഗ് അക്കൗണ്ട് ഓഫ് ടെറർ, ബിട്രയൽ, പൊളിറ്റിക്കൽ ഇൻട്രീഗ് ആൻഡ് അൺതിങ്കബിൾ ചോയ്സസ് എന്നാണ് മൊസബിന്റെ ആത്മകഥയുടെ പേര്. 2010 മാർച്ച് മാസത്തിൽ പുറത്തിറങ്ങിയ ഈ കൃതി അക്കാലത്തെ ബെസ്റ്റ് സെല്ലറുകളിൽ ഒന്നായിരുന്നു. ഇതിനെ ആസ്പദമാക്കി ചില സിനിമകളും ഡോക്യുമെന്ററികളും പുറത്തിറങ്ങിയിട്ടുമുണ്ട്. ഒരു രാജകുമാരനായിരുന്നിട്ടും തന്റെ ജനങ്ങൾക്ക് നായകനാകാമായിരുന്നിട്ടും അതെല്ലാം വേണ്ടെന്ന് വെച്ച് ഇപ്പോൾ അവരുടെ മുഴുവൻ വെറുപ്പും വിദ്വേഷങ്ങളും ഏറ്റുവാങ്ങിയാണ് താൻ ജീവിക്കുന്നതെന്ന് അദ്ദേഹം ഈ പുസ്തകത്തിൽ പറയുന്നു. ജീവന് നേരെ ഭീഷണിയുണ്ട്, എന്നാൽ അതൊന്നും തന്നെ വിഷമിപ്പിക്കുകയോ ബുദ്ധിമുട്ടിലാക്കുകയോ ചെയ്യുന്നില്ല. നരകത്തിൽ നിന്ന് ആളുകളെ രക്ഷിച്ചതിന് യേശു തന്നെ ഉപേക്ഷിച്ചാൽ മാത്രമേ താൻ ഉപേക്ഷിച്ചതായി കണക്കാക്കുകയുള്ളൂ എന്ന വിശ്വാസമാണ് അദ്ദേഹത്തെ ഇപ്പോൾ മുന്നോട്ട് നയിക്കുന്നത്. മാനസാന്തരം എന്നത് പാപത്തെക്കുറിച്ചുള്ള ബോധ്യത്തോടെ തെറ്റായ വഴികളിൽ നിന്ന് പിന്തിരിഞ്ഞ് ദൈവത്തിലേക്ക് തിരിയുന്ന ആഴമായ ഹൃദയ പരിവർത്തനമാണ്. സർവോപരി ദിശയും ദിശാബോധവും മാറ്റുക എന്നതാണ് മാനസാന്തരത്തിന്റെ ഫലം. ചിന്താ രീതിയിലും ജീവിത സമീപനത്തിലും മാറ്റം വരുത്തുക, തിന്മയിൽ നിന്ന് നന്മയിലേക്കും പാപത്തിൽ നിന്ന് ദൈവസ്നേഹത്തിലേക്കും തിരിയുന്നതാണ് മാനസാന്തരം. ചിന്ത, വാക്ക്, പ്രവൃത്തി എന്നിവയിൽ ഉണ്ടാകുന്ന പൂർണ്ണമായ മാറ്റമാണ് മാനസാന്തരം. ദൈവത്തിലുള്ള വിശ്വാസത്താൽ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഗുണപരമായ മാറ്റമായാണ് മാനസാന്തരത്തെ കണക്കാക്കുന്നത്. ദൈവത്തിന്റെ വിശുദ്ധിയുടെ വെളിച്ചത്തിൽ സ്വന്തം പാപങ്ങളെ വെറുക്കുകയും അവയെ ഉപേക്ഷിക്കുവാൻ തീരുമാനിക്കുകയും ചെയ്യുന്ന ഹൃദയ മാറ്റമാണ് മാനസാന്തരത്തിന്റെ ആദ്യപടി. മൊസബ് ഹസൻ യൂസഫിന്റെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നതും ഇത് തന്നെയാണ്. അദ്ദേഹം ജനിച്ചതും വളർന്നതും ജീവിച്ചതും വിഭിന്നമായ പശ്ചാത്തലത്തിലായിരുന്നു. അവിടെ സത്യമുണ്ടായിരുന്നില്ല, നീതി ഉണ്ടായിരുന്നില്ല, കാരുണ്യം ഉണ്ടായിരുന്നില്ല, സ്നേഹമുണ്ടായിരുന്നില്ല, ക്ഷമ ഉണ്ടായിരുന്നില്ല. എന്നാൽ അവിചാരിതമായി അത്തരമൊരു അനുഭവത്തിലേക്ക് അദ്ദേഹം കടന്നു ചെന്നു. അതിന്റെ ഫലമായി പൊട്ടക്കിണറുകളെ ഉപേക്ഷിച്ച് ജീവജലത്തിന്റെ ഉറവ തേടി പോകുവാൻ അദ്ദേഹം തയ്യാറാണ്. അവിടെയാണ് അദ്ദേഹം വ്യത്യസ്തനാകുന്നത്. സ്വജീവൻ പോലും പണയം വെച്ചുള്ള ഒരു പലായനമായിരുന്നു അത്. ഇന്നും അദ്ദേഹം താൻ കണ്ടെത്തിയ സത്യത്തിനു വേണ്ടി നിലയുറപ്പിച്ചാണ് നിൽക്കുന്നത്. നിലനിൽപ്പിന്റെ വരം അദ്ദേഹത്തിന് തുടർന്ന് ലഭിക്കുവാൻ വേണ്ടി നമുക്ക് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. അതോടൊപ്പം ഈ മാനസാന്തര ജീവിതം നമ്മെ വെല്ലുവിളിക്കുന്നുണ്ട്. ചെറുപ്പം മുതൽ ക്രിസ്തു വിശ്വാസത്തിൽ വളരുകയും ജീവിക്കുകയും ചെയ്യുന്നവരായിരിക്കും ഇത് കാണുന്ന ഭൂരിഭാഗവും. എന്നാൽ നമുക്ക് എത്രത്തോളം ക്രിസ്തുവിനെ സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? എത്രത്തോളം അവിടുത്തെ വഴികളിൽ നാം ഇനിയും നടന്ന് നീങ്ങേണ്ടതായിട്ടുണ്ട്? ഒരു മാനസാന്തര അനുഭവം ചെയ്തു പോയ പാപങ്ങളെ പ്രതി, ദൈവത്തോട് കാണിച്ച നെറികേടുകളെ പ്രതി കരയുവാൻ നമുക്ക് ഇനിയും കഴിയാത്ത തന്നെ. നാം ചിലപ്പോൾ വലിയ പാപം ചെയ്തിട്ടുള്ളവരായിരിക്കില്ല, പക്ഷേ അതുകൊണ്ട് നമുക്ക് മാനസാന്തരം ആവശ്യമില്ല എന്ന് കരുതാനാവില്ല. മാനസാന്തരം എല്ലാവരുടെയും ആവശ്യമാണ്. എവിടെയൊക്കെയോ ഇനിയും നവീകരിക്കപ്പെടുവാൻ നമ്മിൽ ബാക്കിയുണ്ട്, അത് ഉറപ്പാണ്. ആരെങ്കിലും തനിക്ക് മാനസാന്തരം ആവശ്യമില്ലെന്നാണ് പറയുന്നതെങ്കിൽ അവർ ഇരുട്ടിൽ നിന്ന് പ്രകാശത്തിലേക്ക് കടക്കുവാൻ മടിക്കുന്നവരാണ് എന്നാണ് അർത്ഥം. മാനസാന്തരം പുതിയൊരു ജീവിതത്തിലേക്കുള്ള ചുവടുവയ്പ്പാണ്. നാളെയല്ല, ഇന്ന് തന്നെ നമുക്ക് മാനസാന്തരത്തിന്റെ വഴിയിലേക്ക് തിരിയാം.